നന്ദി പറയാം. പ്രത്യേക എല്ലാ തീർമാനം പറഞ്ഞ് ഈ മഹാവ്യാധി വല്ലാതെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. പല സ്ഥലങ്ങളും നാം അറിയാതെ തന്നെ പല സ്ഥലങ്ങളും നമ്മുടെ അടുത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്ന ഒരു കാര്യം ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്താലല്ലാതെ ഇതിനൊരു പരിഹാരം വരത്തില്ല എന്നുള്ള സത്യമായ കാര്യം. ഇന്നും ദൈവഭയം ഇല്ലാതെ ജനം ഓടിക്കൊണ്ടിരിക്കുക. എത്രയോ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഓരോ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അങ്ങനെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ക്രൂരമായ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യനായിരിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ കരമാണെന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കുവാൻ കഴിയുന്നു. മനുഷ്യൻ സയൻസ് കൊണ്ട് ശാസ്ത്രം കൊണ്ട് നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പലരും നേടുവാൻ ശ്രമിച്ചിട്ടും വാക്സിനുകൾ കണ്ടുപിടിച്ച് പരീക്ഷണങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും അതിനെ പിടിച്ചു വെക്കുവാൻ കഴിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോകുകയാണ്. ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ബാധയും എൻ്റെ കൂടാരത്തിനൊക്കെ തടുക്കുകയില്ല എന്ന് പറയുന്നെങ്കിൽ പോലും പല ദൈവദാസന്മാർ ദൈവമക്കളുമൊക്കെ ഇതിനകത്ത് ബാധിക്കപ്പെടുന്നു, പലരും മരണപ്പെട്ടു, ലോകത്തിന് മാറ്റപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ് നാം തിരിച്ചറിയുക? സർവസൃഷ്ടി ഈറ്റുനോമ്പോടുകൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ വരവിന് വേണ്ടി, അല്ലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അത് സംഭവിക്കുമെന്നുള്ള സത്യമായ കാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി താല്പര്യപ്പെട്ടു ദൈവസന്നിധിയിലായിരിക്കാം. നാം 65-ാം സങ്കീർത്തനം വായിക്കാൻ നമുക്ക് കുറച്ച് ആഴ്ചകളായി ഞാനത് മാറ്റി വായിച്ച് അടയ്ക്കുന്ന മാറ്റി വായിക്കാൻ പറഞ്ഞല്ല, ഇത് തന്നെ വായിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുകൊണ്ട് ഇന്ന് പകലിലും അത് വായിക്കേണ്ടത്. 65-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒരിക്കൽ കൂടി എടുത്തു പറയുക, ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. നിനക്ക് തന്നെ ദൈവത്തിന് യോഗ്യമായ കാര്യം എന്താ? സ്തുതി എന്ന് പറയുന്നത്, അല്ലെ? ദൈവം ഏറ്റവും പ്രതീക്ഷിക്കുന്ന വിഷയം, വേറെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു വിഷയം അങ്ങനെ, അല്ലെ? 26-ാം സങ്കീർത്തനം 6-7 വാക്യം ഒന്ന് വായിക്കാം. 26-ാം സങ്കീർത്തനം 6-7 വാക്യം. 26-ാം സങ്കീർത്തനം 6-7 വാക്യം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടത്, നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകൾ കഴുകുന്നു, അല്ലെ? ഞാൻ സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുതം. അപ്പൊ എന്തുവാ വർണ്ണിക്കേണ്ടത്? സ്തോത്രസ്വരത്തിനകത്ത് എന്തുവാ നടക്കുന്നത്? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ നാം വർണ്ണിക്കുക, അല്ലെ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? കൈകൾ കുറ്റമില്ലായ്മയെ കഴുകണം, അല്ലെ? ഞാൻ ആ വാക്യം ഒന്ന് POC ബൈബിളിന്റെ ഇതൊന്ന് വായിക്കാൻ താല്പര്യപ്പെടും. 26 സങ്കീർത്തനം. കാരണം അതിന് കുറച്ചുകൂടെ രസകരമായ രീതിയിൽ അർത്ഥം എടുത്ത് പറഞ്ഞ POC ബൈബിളിനകത്ത് 6-ാമത്തെ വാക്യം ഞാൻ അതിങ്ങനെ വായിക്കാം. കർത്താവേ നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു, ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു, അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കുന്നു. അതിന് അടുത്ത വാക്യം കൂടെ വായിക്കണം. കർത്താവേ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിന്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. ഇപ്പൊ ദൈവത്തിന്റെ മഹത്വകരമായ ഇരിപ്പിടം എനിക്ക് പ്രിയങ്കരം. ദാവീദ് പറഞ്ഞിരിക്കുന്ന ആ സങ്കീർത്തന ഭാഗമാണ് ഞാൻ വായിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ദൈവമേ ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം. അപ്പൊ കൃതജ്ഞത എന്ന് പറയുന്നതാ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എപ്പോഴേ കൃതജ്ഞതാ സ്തോത്രം. കൃതജ്ഞത എപ്പോഴാണ് പറയുന്നത്? എല്ലാറ്റിൻ്റെയും അവസാനം. പക്ഷെ ദൈവത്തിന് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട കാര്യവും കൃതജ്ഞത. ദൈവത്തിന് നാം നന്ദി അർപ്പിക്കണം. അങ്ങനെ വചനം പറയുന്നത് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം ഏറ്റവും പ്രതീക്ഷിക്കുന്ന വിഷയം നമുക്ക് നന്ദിയുള്ളവർ. നമ്മളും പറയാറില്ല പലപ്പോഴും, ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് വരുന്നില്ല, നന്ദി കാണിച്ചില്ല, അല്ലെ? പക്ഷെ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു വിഷയം, നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു വിഷയം, ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇരിപ്പിടത്തെ കുറിച്ച് അത് പറയുന്നത്. 48-ാം സങ്കീർത്തനം 1-2 വാക്യം ഒന്ന് വായിക്കാം. ആ സങ്കീർത്തന ഭാഗത്ത് തിരിച്ചു വരാം. 48-ാം സങ്കീർത്തനം 1-2 വാക്യം. 92-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഈ 2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്ത സ്തുതിനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെ, അപ്പൊ എല്ലാ ഭൂമിക്കും ആനന്ദമായിരുന്ന വിഷയം എന്താ? ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അവിടെ വചനം പറഞ്ഞിരിക്കുന്ന കാര്യം, യഹോവ വലിയവനും അവൻ അത്യന്തം സ്തുതിമാകുന്നു, അല്ലെ? ദൈവത്തിന്റെ അവൻ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത്? ഞാൻ സിയോനെ എന്റെ വാസസ്ഥലമായി ഇച്ഛിച്ചിരിക്കുന്നു. ഒരു അർത്ഥവുമില്ലാതെ കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന യെരുശലേമിന്റെ കിടന്ന ഒരു പർവ്വതത്തിന്റെ അരികിലേക്ക്
ദൈവം ഇറങ്ങി വന്നു പറയുക, ദാവീദ് ആ സ്ഥലത്ത് വന്ന് തന്റെ സിംഹാസനം സ്ഥാപിച്ച് ദാവീദിനെ കൊണ്ടുപോയി ആ സ്ഥലങ്ങളെല്ലാം ആയി. കർത്താവ് പറയുന്ന 132 സംഘത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ സിയോനെ എന്റെ വാസസ്ഥലമായി ചിരിക്കുന്നു, ഞാൻ അവിടെ വാസം ചെയ്യും. അപ്പൊ ഒരു വിലയുമില്ലാതെ കിടന്ന സിയോൻ പർവ്വതത്തിന് വില ഉണ്ടായത് കർത്താവ് വാസം ചെയ്യാൻ തുടങ്ങിയപ്പോഴാ. അങ്ങനെ ഇന്ന് പകൽ അവിടെ നിന്ന് ആത്മാവിൽ ഒരു ചിന്ത പറയട്ടെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വില ഉണ്ടായപ്പോഴാ സ്വർഗസ്നായ കർത്താവ് ഇറങ്ങി വന്ന് വാസം ചെയ്യാൻ. സകലത്തെയും സൃഷ്ടിച്ചവൻ എന്റെ കൊച്ചു ഹൃദയത്തിനകത്ത് വന്ന് വാസം ചെയ്യുവാൻ, താൻ ലോകത്തിലേക്ക് വരുവാൻ വേണ്ടി തീരുമാനിച്ച ദിവസമാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യ പദ്ധതി. അല്ലെ, പാട്ടുകാരൻ ഇങ്ങനെ പറയുക, കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസാദും ചാഞ്ഞു പരൻ, കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ, കണ്ടിടുക നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മൂന്നാണികൾ തൂങ്ങപ്പെട്ടവനായി കർത്താവ് വന്നതിന് വേണ്ടിയാ എനിക്ക് നിങ്ങൾക്കൊരു മാന്യത തരുവാൻ, സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കൊരു മാന്യത കൽപ്പിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് സിയോൻ സ്തുതി നിനക്ക് യോഗ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാതെ കിടന്ന ദേശത്തിന് അർത്ഥമുണ്ടാക്കി കൊടുത്തത് കർത്താവിന്റെ സാന്നിധ്യമാണെങ്കിൽ, യാതൊരു അർത്ഥവുമില്ലാതെ എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് തമ്പുരാന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അർത്ഥമുള്ളതാക്കി തീർത്തെങ്കിൽ അവിടെയാ പറയേണ്ടത്, ദൈവമേ അങ്ങ് സ്തുതിക്ക് യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്. പാട്ടിന്റെ വരികൾ എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നു. കാരണം 92 സങ്കീർത്തനം 1, 2, 3 വാക്യത്തിലേക്ക് വരാം. തിരിച്ച് ഈ വാക്യത്തിലേക്ക് വരണം. 65 സങ്കീർത്തനം വരണം. 92 സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ. പത്ത് കമ്പിയുള്ള വാദിത്രം അല്ലെ? ഏതാ 10 കമ്പിയുള്ള വാദിത്രം? എല്ലാവർക്കും ഉണ്ട് അല്ലെ? എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആകെ പറയുന്ന ഒറ്റ വാക്യം, 2 കൈ നമ്മൾ കൂട്ടി അടിച്ചാലോ ഒച്ച കേൾക്കൂട അല്ലെ? ഇപ്പൊ 2 കൈ നമ്മൾ കൂട്ടി ഒച്ച അടിച്ചാൽ എന്ത് കേൾക്കണം? അതാ പറയാ 10 കമ്പിയുള്ള വാദിത്രം. നിർത്തണം. എന്തിനാ ഈ 10 കമ്പിയുള്ള വാദിത്രം തന്നത്? കൊണ്ടുവരാൻ കഴിവില്ല. എന്നിട്ട് ഞാൻ പറയട്ടെ, ഈ കീബോർഡ് പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ തന്നു വിട്ടതെങ്കിൽ കർത്താവിന് പാടാൻ വേണ്ടി എല്ലാ ദിവസവും എന്നാക്കാനല്ലേ? ഞങ്ങൾ തന്നെ ഇത് കൊണ്ടുവരണമെങ്കിൽ ഇത് പാടുപെടുന്നല്ലേ? കാണാനൊക്കെ ഭംഗി എല്ലാം ഉണ്ട്, പക്ഷെ ഇത് കൊണ്ടുവരണമെങ്കിൽ ഇത് ഭയങ്കര പാടാ. അപ്പൊ കർത്താവ് പറയാ, എന്നാ പിന്നെ എന്നെ ആരാധിക്കാൻ വേണ്ടി ഇതുപോലത്തെ കുറച്ച് സാധനം തന്നു വിട്ടേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വരുമ്പോ എത്ര വണ്ടി ഇവിടെ വന്നേനല്ലേ? കൃപയാ കർത്താവ് കൊണ്ടു നടക്കാൻ പറ്റിയ 10 കമ്പിയുള്ള വീണ് വന്നു. അത് കൂട്ടി അടിച്ചാൽ എന്ത് കേൾക്കണം? ഒച്ച കേൾക്കണം. ഒച്ച കേൾക്കാതെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒച്ച കേട്ടാൽ എന്ത് നടക്കുള്ളൂ? മീട്ടിയതാണോ എല്ലാം പറഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ. അങ്ങനല്ലേ പൗലോസ് പറയുന്നത്? ശബ്ദങ്ങളെ തിരിച്ചറിയുന്നത്. പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടത്, വെറ്റിലെ മുറുക്കാൻ തേക്കുന്നവർ എന്ത് ചെയ്തത്? കൈയടിക്കരുത് അല്ലേ? എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൈയടിക്കുമ്പോൾ എങ്ങനെ അടിക്കണം? ഒച്ച കേൾക്കത്തക്ക രീതിയിൽ അടിക്കണം. ആരാ കേൾക്കുന്നത്? എന്തിനാ കൈ കൊട്ടുന്നത്? എന്തിനാ കൈ കൊട്ടുന്നത്? വായിച്ച് മനസ്സിലാക്കണം. 144 സങ്കീർത്തനം 1 വാക്യം ഒന്ന് വായിച്ചാൽ 144 സങ്കീർത്തനം 1 വാക്യം വായിച്ചു. ഈ വാക്യം ഇതല്ലേ? തിരിച്ചു പറഞ്ഞോ. 144 സങ്കീർത്തനം 1 വാക്യം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിച്ചു. അപ്പൊ എന്തിനാ കൈ കൊട്ടുക എന്ന് പറഞ്ഞതിന്റെ കാര്യം? യുദ്ധം നടക്കുകയാണ്. അപ്പൊ ഞാൻ കൈ കൊട്ടുമ്പോ എന്താ നടക്കുന്ന? യുദ്ധമാണ് നടക്കുന്നത്. ആരോട്? മറഞ്ഞിരിക്കുന്ന ശത്രുവിന്. ആരാ മറഞ്ഞിരിക്കുന്ന ശത്രു? വാഴ്ചകളോടും ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്ര നമുക്ക് പോരാട്ടമുള്ളത് ആരോടാ? അല്ലേ? അപ്പൊ ആ ദുഷ്ടാത്മസേനയോട് ഞാൻ പോരടിക്കുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. എന്ത്? അപ്പൊ കൈയടിക്കുന്നൊന്നും കുറയ്ക്കരുത് കേട്ടോ. നമ്മൾ ഉറക്കെ കൈയടിക്കണം. കാരണം എന്തുവാ? അവൻ യുദ്ധത്തിനായി എന്റെ കൈകളെ, എന്റെ വിരലുകളെ അഭ്യസിപ്പിക്കുകയാണ്. Praise the Lord. അങ്ങനെ നടക്കുന്നവരുടെ സങ്കീർത്തനം അവസാനിക്കുന്ന വാക്യങ്ങൾ വായിച്ച് തിരിച്ചുമ്പോൾ 92 അവസാനം
അപ്പൊ ഭാഗ്യമുള്ള ജനമായത് ഈ സ്ഥിതി ഇരിക്കുന്ന ജനം. ദൈവം അഭ്യസിപ്പിക്കുക, ചില കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. ആ സന്ദർഭം കൂടെ വായിച്ചു ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്ക് പോകുന്നില്ല. അപ്പൊ ഒരു കാര്യമാണ്, എന്തിനാ 10 കമ്പിയുള്ള വീട് നമുക്ക് നൽകിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് നാം ഉപയോഗിക്കാം. അപ്പൊ ഉച്ചത്തിൽ സ്തോത്രം ചെയ്താലും ശത്രുവിന് അറിയാം പ്രശ്നം ഗുരുതരമാണ്, ഇവന്റെ അരികെ നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഉച്ചത്തിൽ കൈയടിക്കുന്നവന്റെ മുമ്പിൽ പിശാചാണ്. ഉച്ചത്തിൽ കൈയടിക്കാനും സ്തോത്രം പറയാനും നമ്മളെ ഏറ്റവും കൂടുതൽ ബലഹീനപ്പെടുന്നത് കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നടക്കുക. ഒരു കൊച്ചു പിള്ളേർ കുറച്ച് സ്റ്റേജിൽ നിന്ന് തന്നെ കാഴ്ചകൾ കളിക്കാൻ നമുക്ക് ഭയങ്കര ഹൃദയത്തിന് വരുന്നത് നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അല്ല, അങ്ങനെയാ പറഞ്ഞത്, കൈയടിച്ച് അന്നേരം കൈയടിക്കുന്നത് ഇങ്ങനെയാണോ? അന്നേരം എങ്ങനെ കൈയടിക്കുന്ന? ഹലോ, അന്നേരം ഇങ്ങനെയാണോ കളിക്കുന്നത്? അല്ലെ, അതിന്റെ അസുഖത്വമാണ് നമ്മുടെ ഇഷ്ടക്കാരാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അത് 10 കപ്പിയുള്ള വീണ കൊണ്ട് അർപ്പിക്കേണ്ടതാണ്. അത് അടിക്കുമ്പോൾ എന്ത് കേൾക്കണം? ശബ്ദം കേൾക്കണം. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ ഉച്ചനാദമുള്ള കൈത്താളം. അത് മറ്റേ കൈമണിയെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. മറ്റേ വലിയ കൈത്താളം ഉണ്ടല്ലോ, അതടിക്കുമ്പോൾ എന്ത് കേൾക്കും? ചെണ്ടോട്ടുകാരുടെ മേളത്തിന് പോകുന്നവരിയിരിക്കുന്നത് ആ സ്ഥാനത്തെ പറഞ്ഞു. ഉച്ചനാദമുള്ള കൈത്താളം. പക്ഷെ വചനം പറയുന്നു, നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ കൈ വിരലുകൾ. ആ കൈവിരലുകൾ കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടും. കൈയടിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അറിയാതെ നടക്കുന്ന ഒരു വിഷയമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. 2 കൈയും കൂട്ടിയടിക്കുമ്പോൾ നമ്മുടെ കൈകൾക്കകത്ത് വന്ന് സാത്താൻ ഞെരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ നിങ്ങളുടെ സ്തോത്രത്തിന്റെ ശബ്ദത്തിനകത്ത് പിശാചിന് നിലനിൽപ്പാൻ കഴിവില്ലാതിരിക്കുമെന്ന് വചനം വ്യക്തമായി പറയുന്നു. വായിക്കാം. 92-ാം സംഘത്തിൽ തിരിച്ചു വരാം. 92-ാം സംഘം കേട്ടോ. 10 കമ്പിയുള്ള വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും യുദ്ധത്തിനുള്ള പുറപ്പാടിനെ കുറിച്ചൊക്കെ പറയുന്ന വിഷയം അതാണ്. രാവിലെ തോറും എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ എല്ലാ സമയത്തും പറയാൻ പറ്റിയ സാധനം എന്താ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ സമയത്തും, ഏത് സമയം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, സഭായോഗങ്ങളിൽ നമ്മൾ കർത്താവിനെ വാഴ്ത്തണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നാം വാഴ്ത്തേണ്ടത്? സ്തോത്രം പറയുക, ദൈവത്തെ മഹത്വപ്പെടും. ദൈവത്തിന് പ്രിയമായതിനെ അർപ്പിക്കുമ്പോഴാണ് ദൈവം ഇഷ്ടമാക്കുന്നത്, അല്ലെ? തകർന്നും ഹൃദയത്തെ ദൈവം എനിക്ക് വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവിടെ നിൽക്കട്ടെ, തിരിച്ചു വരാം. അടുത്ത വാക്യം 65-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം. അതൊക്കെ പറഞ്ഞു നിർത്തിയേക്കുന്ന വാക്യങ്ങൾ. എന്തുള്ളത്? എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. മതി. അപ്പൊ അതിക്രമങ്ങൾക്ക് എന്ത് ചെയ്യണം? പരിഹാരം വരേണ്ടതാണ്. കരങ്ങളോട് സാധനം മഹത്വപ്പെടുത്തിയാട്ടെ. അതിക്രമങ്ങൾക്ക് എന്ത് ചെയ്യണം? പരിഹാരം വരണം. പരിഹാരം വരാതിരുന്നാലോ? പരിഹാരം വരാതിരുന്ന എന്ത് ചെയ്യും? ഞാൻ 2 വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അതിക്രമം. പാപം കൊണ്ട് എന്താ പ്രശ്നമുണ്ട്? ശ്രദ്ധയോടെ ആയിരിക്കുക. ഇപ്പൊ ആരും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും ശ്രദ്ധയോടെ ഇരിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അതിക്രമവും അവനെ ശാന്തമായിട്ടൊന്ന് പറയുന്ന കാര്യം, അതിക്രമങ്ങൾക്ക് പരിഹാരം വരും. ലേവ്യ പുസ്തകം 5-ാം അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം പറഞ്ഞു തെറ്റി പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം നോടി വരാം. Praise the Lord. 16-17. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങൾ ഹൃദയത്തിൽ രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ്
മതി. ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞത് ആത്മീയ രോഗമുണ്ട്. നമ്മുടെ ആത്മാവ് എന്ത് പിടിക്കും? രോഗം പിടിക്കും. ഹൃദയത്തിന് രോഗം പിടിക്കുന്നു. നമ്മുടെ കണ്ണെന്ത് ചെയ്യും? ഏത് കണ്ണാ? അകത്ത മനുഷ്യനെ കൊണ്ട് ജീവൻ വ്യാപരിക്കുവാൻ, അല്ലെ? ഹൃദയത്തിന് രോഗം പിടിക്കും. എന്ത് ചെയ്താൽ? അപ്പൊ ഈ അകർച്ച നിമിത്തം വരുന്ന പ്രശ്നമാണ് എന്താ? രോഗം പിടിക്കുക. ഈ രോഗം എന്ത് ചെയ്യും? നമ്മളെ പയ്യെ കണ്ണിനെ മങ്ങിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ എന്നുള്ളത് തിരിച്ചറിയണമെന്നൊക്കെ പറയുന്നത്. നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. കണ്ണ് തുറന്നാൽ എന്തുണ്ടാകും? വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. സസ്യവാക്യത്തിനുണ്ട് വാക്യം. നിന്റെ കണ്ണ് തുറക്കാൻ നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. പ്രൈസ് അല്ലാഹ്. ഇപ്പൊ കണ്ണടച്ചിരുന്നാലോ? എപ്പോഴും പറ്റുന്ന വിഷയം എന്ന് പറയും നമ്മുടെ കണ്ണിനെ തുറക്കുവാൻ സമ്മതിക്കത്തില്ല. അകത്തെ മനുഷ്യനിൽ എപ്പോഴും എന്ത് തീർക്കും? ക്ഷീണമാണ്. പുറമേയുള്ള മനുഷ്യനെ കൊണ്ട് എന്ത് കാര്യം നമുക്ക് ചെയ്യാം. പക്ഷെ ആത്മീക മനുഷ്യനെ നമുക്ക് വരുന്ന ഉത്തേജനം, ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം, പ്രസംഗിച്ച വാക്യങ്ങളാണ്. യോഹന്നാൻ ലേഖനം എഴുതുന്നു, 3-ാം ലേഖനം 2-ാം വാക്യത്തിൽ നിങ്ങൾ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായിരിക്കണം. അപ്പം ആത്മാവ് ശുഭമായിരുന്നാൽ ബാക്കിയെല്ലാം എന്തുവാ വിഷയം? ഇതാ പറഞ്ഞു വരുന്നത്, ആത്മാവിൽ രോഗം പിടിച്ചാൽ സകലത്തിന് പ്രശ്നമാണ്. നമ്മുടെ ആത്മാവിൽ രോഗം പിടിച്ചാൽ സകലത്തിനും പ്രശ്നം. ആത്മാവിൽ എന്തുവാ രോഗം പിടിക്കാൻ കാരണം? അവിടെ പറഞ്ഞത് പാപത്തിന്. ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട്. എന്തോ ഈ പാപം എന്ന് പറഞ്ഞാൽ? പാപം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തിനെ നാം ലംഘിക്കുന്നോ അല്ല തെറ്റ്, നിയമത്തെ ലംഘിക്കുന്ന പാവം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ വന്നിരിക്കണം. നമ്മുടെ ഇരിപ്പ് പോലും എന്തായിരിക്കണം? ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറയുന്നു, അല്ലെ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ആരെ സമർപ്പിക്കണം? ആരെ സമർപ്പിക്കണം? ആ ശരീരം വിശുദ്ധിയുള്ളതായി തീർന്നാൽ, ജീവനുള്ളതായി തീർന്നാൽ ബുദ്ധിയുള്ള ആരാധന വരും, അല്ലെ? അതിനെന്ത് ചെയ്യണം? ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എങ്ങനെ രൂപാന്തരപ്പെടണം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് നാം തിരിച്ചറിയണം, അല്ലെ? ശരിയായ ദൈവിക കൽപ്പനയുടെ അനുസരണത്തിൽ പെട്ടത് എന്താ? എന്റെ ആരാധന എന്ന് പറയുന്നത്. ശരിയായ അനുസരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആരാധന എന്ന് പറയുന്നത്. നമുക്കറിയാം, അനുസരണത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിനെ കുറിച്ച് പറയാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആദ്യം പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വിഷയം അനുസരണത്തെ കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്തുവാ? അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അല്ലെ? അബ്രഹാം അങ്ങനെ അനുസരിച്ചത്. തന്റെ പുത്രനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ അബ്രഹാം എന്തുകൊണ്ടാണ് ദൈവത്തെ അത്രയും അനുസരിക്കാൻ കാര്യം? ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. ദൈവം ആദ്യം പറയുന്നത്, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ നിന്റെയാണ് യാഗം കഴിക്കണം. അപ്പൊ എവിടെയോ അല്പസ്നേഹം മാറിപ്പോയെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ദൈവം എടുത്ത് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം. പ്രൈസ് അല്ലാഹ്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ എന്നത് അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പൊ അബ്രഹാമിനെ വിളിക്കൊക്കെ കേൾവിയുണ്ട്, സമ്മതിക്കുന്നത് ഞാനിതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അടുത്തത് ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട്
എടുത്തുകൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളിച്ചെയ്തു. നോക്കി, എത്രയോ ക്രൂരമായിട്ടൊരു കാര്യമാണ്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ, വാർദ്ധക്യത്തിൽ കിട്ടിയ മകനാണ്, വളരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന മകനാണ്, എല്ലാ കാര്യത്തിലും. പക്ഷേ ദൈവം പറഞ്ഞൊരു വാക്കിങ്ങനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ. അപ്പൊ വേറൊരു മകനുണ്ട്, പക്ഷെ അവനോട് അത്ര വലിയ പ്രശ്നമില്ല. അപ്പൊ എന്തിനാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അതിനെ ദൈവം ചോദിക്കും. വഴി തെറ്റി പോകുമ്പോൾ ഈ പ്രശ്നം പറയുന്നല്ലോ. അബ്രഹാമിനോട് എന്താ ദൈവം പറഞ്ഞത്? അബ്രഹാം അനുസരിച്ച് എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ പറഞ്ഞു, ദൈവത്തിനും അബ്രഹാമിനും മാത്രം മനസ്സിലായ ഒരു സത്യമുണ്ട്. ദൈവത്തെ വിളിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ, ദൈവം വിളിച്ചിറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തെ മാത്രം നോക്കിയാ പോകുന്നത്. അതുകൊണ്ട് ഒരു ദേശം കാണിക്കാമെന്ന് പറയുമ്പോൾ എവിടെയാന്ന് ചോദിക്കാൻ പോയത്. അബ്രഹാമിനെ കുറിച്ച് അങ്ങനെ വായിക്കുന്നല്ലേ, എവിടേക്ക് എന്ന് അറിയാതെ പുറപ്പെട്ടു, യാത്രയാൻ വിളിക്കപ്പെട്ടപ്പോൾ എങ്ങോട്ടാ പോകും? പക്ഷെ ഒരു ദേശം കാണിക്കാന്ന് പറഞ്ഞു. നമുക്ക് കൃത്യമായിട്ട് സ്ഥലം അറിയാം എങ്ങോട്ടോ അല്ലെ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? സ്വർഗ്ഗകനാലിലേക്ക് പോകുന്നത്. അത് കൃത്യമായിട്ട് നമുക്കറിയാം. സ്ഥലം നമുക്ക് സ്വർഗത്തിലാണ് പോകുന്നത്. ഇത്രയും കൃത്യമായിട്ട് നമുക്കറിയാവുന്നത് പോലും നമുക്കെന്തില്ല. പക്ഷെ അബ്രഹാമിന് അതുപോലെ പറഞ്ഞു കൊടുത്തു എങ്ങോട്ടാ പോകുന്നെന്ന്. ആ ദേശത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടു. അപ്പൊ നോട്ടം മുഴുവൻ കഥാവിലായിരുന്നു. ദൈവത്തെ മാത്രം നോക്കി എങ്ങോട്ടാ പോകുന്ന വഴി അറിയാതെ പോകുമ്പോൾ കൃത്യമായി മുമ്പിൽ പോകുന്ന വിളക്കിന് നോക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ലൈറ്റ് ഹൗസ് നമുക്കറിയാം. കണ്ടോ ലൈറ്റ് ഹൗസ് എന്തിനാ വെച്ചേക്കുന്നത്? രാത്രിയിൽ കപ്പലുകൾ ഒഴുന്നു നടക്കാതിരിക്കുവാൻ ഈ വെളിച്ചം കണ്ടുവരുവാണ് അല്ലേ. ലൈറ്റ് ഹൗസ് വെച്ചിരുന്നു. വിമാനത്താവളത്തിലും അതിനുള്ള അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളും അതിൻ്റെ അതുണ്ടല്ലേ. പ്രൈസ് അല്ലാഹ്. കടലിനകത്തൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പാതയുണ്ട്. ആ പാത വിട്ടുപോയാൽ ഇതെവിടെയെങ്കിലും അനർത്ഥത്തിൽപ്പെടും. അതുകൊണ്ട് രാത്രിയിലാണെങ്കിലും കാണുവാൻ തക്കും ഈ പാതയിൽ കൂടെ തന്നെ സഞ്ചരിച്ച് കരയോട് അടുക്കുവാൻ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ലൈറ്റ് ഹൗസ് അല്ലേ. അപ്പം രാത്രിയിൽ യാത്ര ചെയ്ത് വരുന്ന കപ്പിത്താൻ എത്ര അറിവുള്ള വ്യക്തിയാണെങ്കിലും ഈ കടലിന്റെ ആഴങ്ങളെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിയ വ്യക്തിയാണെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണെവിടെയായിരിക്കും? ഈ ലൈറ്റ് ഹൗസ് അല്ലെ. കാരണം എങ്ങനെയൊക്കെ മാറിയാലും അദ്ദേഹത്തിന് അറിയാം, ഞാൻ എത്ര പരിചയമുള്ള വ്യക്തിയാണെങ്കിലും എന്തല്ല, ഇതിനെ നോക്കാതെ പോയാൽ ഈ കടലിൽ എന്റെ ജീവിതം തീരും. എന്നെ വിശ്വസിച്ച് ഇറങ്ങിയവരുടെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് ആ നോട്ടം മുഴുവൻ അതിലായിരിക്കുന്നതിന്റെ കാരണം. എന്നാൽ ഇങ്ങനെ നോക്കി വരുന്ന കപ്പിത്താൻ, നമുക്കറിയാം ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പലിന്റെ അനർത്ഥം നമുക്കറിയാം അല്ലെ. ഒരു ചെറിയ അഹങ്കാരം അല്ലെ, എത്രയോ വലിയ ദുരന്തം ഇന്നും പറയത്തക്ക വിധത്തിൽ എത്രയോ കാലങ്ങൾ അല്ലെ കഴിഞ്ഞ, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ്, എന്നാലും അത് മറന്നു പോകത്തില്ലാത്ത വിധത്തിൽ മാനവരാശിയുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു അപകടമായി എത്രയോ വലിയ അപകടങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല. പക്ഷെ ആ ഒരു കപ്പലിനെ കുറിച്ച് മാത്രം എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കപ്പിത്താന്റെ അറിവല്ല വിഷയം. ലൈറ്റ് ഹൗസ് എത്ര ചെറുതാണെങ്കിലും, അവിടെ കാണുന്ന വെട്ടം എത്ര ചെറുതാണെങ്കിലും അതിലേക്ക് മാത്രം നോക്കി വന്ന കരയെടുക്കും. അങ്ങനെയെങ്കിൽ അബ്രഹാമിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് അബ്രഹാമിന് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്റെ നോട്ടം ദൈവത്തിലായിരുന്നു. ദൈവം പറയുന്നത് കേട്ടുപോകാനാണ്, അതിലേക്ക് തന്നെ പോകാൻ. ഇടയ്ക്ക് വഴി തെറ്റി പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കൃത്യമായ വഴിയിൽ തന്നെ കൊണ്ടുവന്നവനെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ വഴി തെറ്റി പോകുന്നവൻ വഴി തെറ്റാതിരിക്കുവാൻ ദൈവം കാണിച്ചു കൊടുത്ത ലെവലിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായപ്പോഴാണ്. അപ്പൊ എന്തുകൊണ്ടാണ് 25 വർഷം ദൈവം നന്മ കൊടുക്കാതിരുന്നത്? ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. 25 വർഷം നടത്തിയിട്ട് കൊടുത്തത് ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറുന്നതിന് കാരണമായിട്ടുണ്ട്. ആ മാറ്റം ദൈവം മനസ്സിലാക്കി. ഇനി വിട്ടു കഴിഞ്ഞാൽ എന്താ? അതുകൊണ്ട് തന്നെ ദൈവം ചോദിച്ചത് എന്താ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീന്തണം മോറിയ മലയിൽ കൊണ്ടുപോയി അർപ്പിക്കണം. നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ, ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോ ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ തലമുറയെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം അല്ലേ. പക്ഷെ ആ ചോദ്യത്തിന് മുമ്പിൽ അബ്രഹാമിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ചോദ്യത്തെക്കാൾ ഉപരി ദൈവം പറഞ്ഞതിന് മനസ്സിലാക്കാനുള്ള കഴിവാണ് വിഷയം. എന്ന പകരം നമുക്ക് വേണ്ട കാര്യം അതാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വിഷയം.
നമ്മളെല്ലാവരും പഠിപ്പിക്കുന്ന വാക്യം, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്ന യാഗത്തെക്കാളും. എത്ര വലിയ യാഗം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അനുസരിക്കാൻ മനോഭാവമുണ്ട്. അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അനുസരണമുണ്ട്. അനുസരണം എന്ന് പറയുന്നത്, അനുസരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ അനുസരിക്കണം ആദ്യം പറയുന്നത്? എന്ത് വായിക്കേ? ആരെ അനുസരിക്കണം ആദ്യം പറയുന്നത്? ആരെ അനുസരിക്കണം? ഈശോരനുസരിക്കണം. അല്ല, വീട്ടിൽ നമ്മൾ ആരെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആരെ അനുസരിക്കണം എന്ന് പറയുന്നത്? മുതിർന്നവരെല്ലാം അനുസരിക്കണം. വീട്ടിലുള്ളവരെല്ലാവരും മുതിർന്നവരനുസരിക്കണം, അല്ലെ? തങ്ങളെക്കാൾ മുതിർന്നവരനുസരിക്കണം. എന്തുകൊണ്ടാണ് പറയുന്നറിയോ? സദൃശവാക്യം 30:11 വാക്യം ഒന്ന് വായിക്കാം. ഈ അനുസരണത്തിനുള്ള പ്രത്യേകതകൾ പറയാം. അനുസരിക്കാതിരിക്കുന്നതിന്റെ കുഴപ്പം. 30:11 വാക്യം. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായുള്ള ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു. 17 വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ വേദപുസ്തകം പറയുന്ന കാര്യം എന്താ? അനുസരിക്കണം. ആരെ അനുസരിക്കണം? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിക്കാൻ പറയുന്ന കാര്യങ്ങളോ? കർത്താവിലാണോ ഓട്ടോമാറ്റിക് അത് എന്ത് വേണം? അനുസരണം ഉണ്ടാകും. ഇല്ലേ? കർത്താവിലാണോ അല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേറെ ഒന്നും നോക്കണ്ട. എന്തുവാ? അനുസരിക്കുന്നു നോക്കിയാൽ മതി. വിഷയമില്ല. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. എന്തിനേക്കാൾ കൂടുതൽ? തന്റെ മകനേക്കാൾ കൂടുതൽ. വാർദ്ധക്യത്തിൽ ലഭിച്ചു എന്നുള്ള സത്യം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദൈവത്തെ അനുസരിക്കുവാനായ അഭാഗ്യങ്ങളുടെ സ്ഥിതിയാണ്. അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്നുള്ളത് നമ്മുടെ വിഷയം. അതിക്രമങ്ങൾക്ക് പരിഹാരം വരണം. പാപത്തിന് പരിഹാരം വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പാപം എന്റെ ആത്മാവിൽ രോഗം വരുത്തുകയാണ്. പാപം എന്റെ ആത്മാവിൽ രോഗം വരുത്തുകയാണ്. നമ്മൾ ആരും ആത്മാവിൽ രോഗമുള്ളവരല്ല. ആത്മാവിൽ രോഗമുണ്ടോന്ന് അങ്ങനെ അറിയാൻ പറ്റും? പാവമുണ്ടോ? അപ്പൊ ദൈവത്തെ അനുസരിക്കുന്നത് നമുക്ക് പുറകോട്ടാണെങ്കിൽ, ശൗലിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ വാക്യമാണ് ഞാൻ പറഞ്ഞു വിട്ടേച്ചു പോയത്. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ. ശൗലിനോട് എന്താ പറഞ്ഞത്? ഒരു വഴിക്ക് പറഞ്ഞു വിട്ടു, നീ പോയി അമാലേക്കിന്റെ മേൽ എന്റെ കോപം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ നീ അത് ചെയ്തില്ല. അന്നേരമാണ് ശൗലിനോട് സമൂഹം പറയുന്നത്, അനുസരിക്കുന്ന യാഗത്തെക്കാളും. ഇപ്പൊ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് അനുസരണം ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാ ബുദ്ധിയുള്ള ആരാധനയുടെ അർത്ഥം. ഞാൻ അർപ്പിക്കുന്ന സ്തോത്രത്തിന് മുമ്പ്, ഞാൻ അർപ്പിക്കുന്ന സ്തുതികൾക്ക് മുമ്പ് എനിക്ക് അനുസരണം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആരെ അനുസരിക്കണം? ഒറ്റ വാക്കിൽ ദൈവത്തെ നാം അനുസരിക്കുന്ന ബാക്കി എല്ലാ അനുസരണവും വരും. ദൈവത്തെ അനുസരിക്കുന്നവരോട് അനുസരിക്കാൻ പറയേണ്ട കാര്യമല്ല. ദൈവത്തെ അനുസരിക്കാൻ നിശ്ചയമായി ബാക്കി എല്ലാ ഗുണത്തിലും ഉള്ളവനാണ്. ആ അനുസരണത്തിന്റെ നഷ്ടം എന്തുവാ? സിംഹാസനം തന്നെ ശൗലിന് നഷ്ടപ്പെട്ടു. അതാണ് നാം തിരുവനന്തപുരം വായിക്കുന്നത്. തിരിച്ചറിഞ്ഞു വരാം. 65 വരാം നമുക്ക്. നീ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. യെശയ്യാപ്രവചനം 64 അധ്യായം. ഓടി വരാം. യെശയ്യാപ്രവചനം 64 അധ്യായം. എന്താണ് ഈ അതിക്രമങ്ങൾക്ക് പരിഹാരം എന്നുള്ള വിഷയം പറയാനുള്ളത്? 64 അധ്യായം 6 വാക്യം മുതൽ. ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവരും ആരുമില്ല. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും നിന്നെ മുറുകെ പിടിപ്പാൻ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഉത്സാഹിക്കുന്നവരും ആരുമില്ല. നിന്റെ മുഖം
ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഉത്സാഹിക്കുക. ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഉത്സാഹിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു ചെയ്യും, വിളിച്ചപേക്ഷിക്കും. രണ്ടാമത് പറയുന്നത് എത്രത്തോളം നമുക്ക് ഉറപ്പ് വരാൻ പറ്റും. പിടിക്കുകയും മുറുകെ പിടിക്കുന്ന വ്യത്യാസമുണ്ടല്ലേ. മുങ്ങി താഴെപ്പെടാൻ പിടുത്തം കൂടുന്നു. വേറെ നിവൃത്തിയില്ലാവരും കിട്ടുമ്പോൾ കച്ചിത്തൂരുമാണെന്ന് ശരി രക്ഷപ്പെടാനുള്ള അതാണ് ആദ്യത്തെ വിഷയം. നമ്മുടെ ദൈവസേനയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പിടുത്തം അങ്ങനെയായിരുന്നു. മുങ്ങി താഴെ തുടങ്ങുമ്പോൾ ബലത്തോടെ പിടിച്ചതാണ്. പക്ഷെ പിടുത്തം ഇപ്പൊ എന്തുവാ, വലിയ കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പാറപ്പേലൊക്കെ വലിയതായിട്ട് കഥാവുന്നത് വലിയ കുഴപ്പമില്ലാതൊക്കെയാണ് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? പയ്യെ പയ്യെ പിടിയായി. ഈ പിടിയായി നമ്മൾ അറിയത്തില്ല. അതാ കുറച്ചു മുമ്പ് പറഞ്ഞ വിഷയം. ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറ വിരണ്ട തുണി പോലെ. കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നീതി പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ എന്തുവാ? കറ വിരണ്ട തുണി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ഹലോ, എന്റെ ഒപ്പം വാ. കറ വിരണ്ട തുണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? കറ വിരണ്ട തുണി എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? നാളെ രാവിലെ ആരാധനയ്ക്ക് വരുമ്പോ ഒരു കറ വിരണ്ട തുണി കൊണ്ടുവരും. എന്തിനാ? മേശ വിരിക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകും. എന്തോ കാര്യം? ആ സമയം നിലം തുടക്കണം. അടുത്ത തുണിയുടെ കൊണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ? നല്ല തുണിക്ക് അവിടെ സ്ഥാനമുള്ളൂ. ഇപ്പൊ കറ വരേണ്ട തുണി എന്ന് പറഞ്ഞ എന്തുവാ? ഞാൻ എത്ര നീതി പ്രവർത്തികൾ ചെയ്താലും ദൈവം മുമ്പാകെ അവർ അനുസരണത്തിന് വിഷയം നിൽക്കുന്നതാണ്. കുറച്ച് മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചാൽ മതി. 5-ാമത്തെ വാക്യം കൂടെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന 4 മുതലുള്ള വാക്യം വായിച്ചു. ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവനെ നീ എതിരേൽക്കുന്നു. അപ്പൊ നീതി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകണം? ഹലോ, അങ്ങനെ നീതി പ്രവർത്തിക്കാൻ, സന്തോഷിച്ച് നീതി പ്രവർത്തിക്കാന്ന്. ഈ സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? എന്നാലും നമ്മൾ പറയുന്നൊരു പറയുന്നതൊന്നും തെറ്റിദ്ധരിക്കരുത്. നാശം വന്നല്ലോ അല്ലേ എന്ന് പറയുന്ന ആ പരുവത്തിലെ കാര്യമല്ല. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കണം. ഏതൊരു കാര്യം ചെയ്യണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാനുള്ള വാക്യം, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അല്ലെ? സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? എതിരേൽക്കും. അപ്പൊ കറവിലുള്ള തുണിയായി പോയതിന്റെ വിഷയം എന്തുവാ? ദൈവം എന്ത് ചെയ്തില്ല? എത്ര നീതി പ്രവർത്തിച്ചിട്ടും എതിരേറ്റു വരുന്നില്ല. അതാ വിഷയം. നമ്മളൊക്കെ നീതി പ്രവർത്തിച്ച് ദൈവം എതിരേറ്റ് വരാറുണ്ടോ? എന്തുകൊണ്ടാണ് പറ്റുന്നത്? ഈ ഒരു ആരാധനയ്ക്കകത്തിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമ്മുടെ ദൈവം എതിരേൽക്കാറുണ്ടോ? ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം ബാധിച്ചു, ദൈവസന്നിധി ഇരിക്കാൻ വേണ്ടി നമ്മൾ സമയം ബാധിച്ചു. ഈ ഒരു ദിവസം ഇത്രത്തോളം നേരം ദൈവസന്നിധി ഇരിക്കുന്നു. ഈ സമയം മുഴുവൻ ദൈവസന്നിധി ഇരുന്നിട്ട് ദൈവം നമ്മളെ എതിരേറ്റ് വന്നു. അബ്രഹാം കൂടാരവാതിൽക്കലിരിക്കുമ്പോൾ 3 ദൂതന്മാരെതിരെ നിൽക്കുന്നത് കണ്ടു. എതിരെ നിൽക്കുന്നത് കണ്ടു എന്നുള്ളത് മാത്രമല്ല, വിളിച്ചുകൊണ്ട് അകത്ത് കയറി. ഞാൻ പറഞ്ഞുള്ള അബ്രഹാമിന്റെ സ്വഭാവം എന്തായിരുന്നു? എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അന്നേരം പറഞ്ഞുള്ളതല്ലേ. അബ്രഹാമിന്റെ സ്വഭാവം ഏതാ? വരുന്നു, വിളിച്ചുകൊണ്ട് വരുന്നല്ലേ. ആരെങ്കിലും വന്ന് അന്നേരം വീട്ടിനകത്തുള്ള ഏറ്റവും വിശേഷപ്പെട്ടത് അവർക്ക് കൊടുക്കും അല്ലേ? അതാ സന്തോഷം നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ളവരുടെ ദൈവം എതിരേറ്റില്ല. ഇന്ന് കരങ്ങൾ കൊടുത്ത് കഥാവിനെ മഹത്വപ്പെടുത്താം.
പ്രൈസ് ദി ലോർഡ്. ഞാൻ പാട്ടിന്റെ വരി ഒന്ന് പാടിയിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ശിരസിൽ മുൾമുടി അണിഞ്ഞവനാ, ഹൃദയം നിന്നയായി തകർന്നവനാ. ശിരസിൽ മുൾമുടി അണിഞ്ഞവനാ, ഹൃദയം നിന്നയായി തകർന്നവനാ. വേദനയാലേറ്റ വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിരക്കായി. വേദനയാലേറ്റ വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിരക്കായി. കണ്ടാലും കാൽവരിയിൽ കുരിശ് ശിരസാദ് ചാഞ്ഞു പരൻ. കണ്ടിടുക പ്രിയനെ, നിങ്ങൾക്കായി തൂങ്ങിടുന്നു കണ്ടിടുക പ്രിയനെ. ജീസസ് തൂങ്ങിടുന്നു അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തും. അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഒരുവൻ കാലോടിയിൽ കൊലത്തിറത്തി കയറിനെ കുറിച്ച് അവൻ ഞാൻ പാടിയതാ അല്ലെ. പാട്ടുകാരൻ പാടുന്ന ശിരസ് മുൾമുടി ധരിച്ചവനായി, ഹൃദയം നിന്നയാൽ വേദനയാൽ ഏറ്റവും. എന്തിനു വേണ്ടിയാ? അടുത്ത പദമാ ശ്രദ്ധിക്കേണ്ടത്. എന്തിനു വേണ്ടിയാ? തൻ ജീവനെ സ്വയം വെടിയുന്നു. സ്വന്തം ജീവനെ വെടിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പദം അല്ലെ, ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. ആ പരമയാഗമായി തീർന്നവരെയായിരിക്കും നമ്മുടെ മുതൽ. എന്തിനാ? നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ ദൈവമുമ്പാകെ കറപുരണ്ട തുണി പോലെ നീതി പ്രവൃത്തികൾ നടന്നു. അത് അത്ര കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടി വെച്ചിരുന്നത് ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പല കാര്യം. ശൗല് പറയുന്നതനുസരിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ ദൈവസഭയെ ഞാൻ ഉപദ്രവിച്ചവനാ. എന്തിനു വേണ്ടിയാ? ശുഷ്കാന്തി നിമിത്തം. അപ്പൊ പുള്ളി ചെയ്തെന്തിനാ? ദൈവത്തിന് വേണ്ടി ഈ കാര്യം ചെയ്ത. ഹലോ, ശ്രദ്ധിച്ചേ, ദൈവത്തിന് വേണ്ടി ഈ കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്നതാ. കാരണം യഹൂദന്മാർ ന്യായപ്രമാണ പ്രകാരം യേശു ക്രിസ്തുവിനെ, ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തു മതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് പ്രശ്നം. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ വേണ്ടി ന്യായപ്രമാണം ഇതെല്ലാം വിളിച്ചുകൊണ്ട് പുള്ളി ഓടി നടക്കുന്നത്. ന്യായപ്രമാണ പ്രകാരം വളരെ ശുഷ്കാന്തിയോടെ ഒരിക്കൽ ദൈവം തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നതാ. അപ്പൊ ഒരു കാര്യം നോക്കി, അത്രയും നാൾ ചെയ്ത ദൈവത്തിന് വേണ്ടിയാന്ന് പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതാണ്. പക്ഷെ അത് ദൈവത്തിന് വേണ്ടി അല്ല ചെയ്തത്. ദൈവത്തിന് വേണ്ടി അല്ല ചെയ്തത്. പിന്നെ ആർക്ക് വേണ്ടിയാ? അവന്റെ സ്വയനീതി, അവന്റെ ചിന്തയിലുള്ള കാര്യങ്ങൾ എന്ന പകൽ തിരിച്ചറിയുക. മർക്കോസിന്റെ വാക്യമുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയണം അല്ലെ. എന്തുവാ ദൈവത്തിന്റെ ഇഷ്ടം? കുറ്റമില്ലാത്തവരെ കുറ്റം ചുമത്തത്തില്ലായിരുന്നു. എന്ത് ചെയ്താൽ ഞാൻ യാഗത്തിലല്ല കരുണയിൽ അത്ര പ്രസാദിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്തവരെ കുറ്റം ചുമത്തത്തില്ല. അപ്പൊ യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്, പിന്നെ ദൈവം കരുണയിലാണ് പ്രസാദിക്കുന്നത്. എന്തുവാ അർത്ഥം? കറവരണ്ട തുണി എന്ന് പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കില്ല. ഒരു കൂട്ടം യാഗം അർപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടമാണ്. ഒരു കൂട്ടം യാഗം അർപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം നമുക്ക് എന്തുണ്ടാകണം? കരുണ ഉണ്ടാകണം അല്ലെ. അത് പത്രോസിന്റെ ഒരു ചോദ്യത്തിന് കഥാവ് പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. കഥാവിനോട് ചോദിക്കുന്നത്, കഥാവ് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7-70 വട്ടം ചോദിച്ച് പുള്ളി മിടുക്കനായിട്ട് നിൽക്കുന്ന സമയത്ത് കഥാവ് പറഞ്ഞു, അതെ, ഒരു യജമാനൊരു ദാസനുണ്ടായിരുന്നു. ആ ദാസന് കടമുണ്ടായിരുന്നു. എന്ത് ചെയ്തു? യജമാനൻ പറഞ്ഞു, എന്റെ വീട്ടുകാരെ കുടുംബക്കാരെ എല്ലാം പിടിച്ചെന്ത് ചെയ്യണം? ജയിലിലടയ്ക്ക് തന്നു തീർക്കോളാം. ഇത് പറഞ്ഞു കേട്ടോണ്ട പുള്ളി എന്ത് ചെയ്തു? സകല പരിപാടി പെട്ട് ആ രാജാവിന്റെ മുമ്പിൽ വീണു. എന്തിനാ? സ്വയജീവന് വേണ്ടി. സ്വയജീവന് വേണ്ടി വീണു.
വീണു. എന്നാ പിന്നെ ആയിക്കോട്ടെ, വിട്ടയക്കാൻ പറഞ്ഞു വിട്ടു. പോകുന്ന വഴിക്ക് കണ്ടത് പുള്ളി ഒരു കുറച്ച് ചെറിയ കാര്യം കണ്ടോണ്ടേ അല്ലെ, പുള്ളിയെ പിടിച്ചിട്ട് കഴുത്തിന് പിടിച്ച് ഞെക്കി, അങ്ങനെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി തന്നു തീർക്കുക. എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് ജയിലിൽ കിട്ടും. രാജാവ് ഇത് അറിഞ്ഞപ്പോൾ ചെയ്ത കാര്യം നമുക്കറിയാം. വീണ സംഭവം നമുക്ക് പോയാ രാജാവ് ഇത് പറഞ്ഞ അവനെ പിടിച്ചായിട്ട് ഇരുട്ടില്ല. എന്തിനാ? അവസാനത്തെ കാശ്. നേരത്തെ പറഞ്ഞിട്ട് പൊക്കോ പിന്നെ തന്നു തീർത്താൻ. പക്ഷെ തൊണ്ടയ്ക്ക് പിടിച്ചപ്പോൾ അവസാനത്തെ കാശ് തന്നു തീർക്കോളം അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം 1 രൂപ വരെയും കൊടുത്തു തീർക്കുന്നവരെ, അല്ല 10 പൈസ കൊടുത്ത് തീർക്കുന്നവരെയും പുള്ളി അവിടെ എത്തും അല്ലേ? ഇതാ പറഞ്ഞത്, ഞാൻ യാഗത്തിലല്ല കരുണയിൽ അത്ര പ്രസാദിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവം പ്രസാദിക്കുന്ന വിഷയം, എന്തിനും നിങ്ങളും ദൈവം പ്രസാദിക്കുന്ന വിഷയം കരുണയുള്ളവരാകണം. നമുക്കറിയാവുന്ന ഒരേ ഒരു കരുണ എവിടെയാ? നമുക്കറിയാവുന്ന കരുണ എവിടെയുള്ള? ആ മുട്ടത്ത് ഹോസ്പിറ്റലില് വലിയ കുഴപ്പമില്ല, പേര് പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു കരുണയോടെ ഇവിടെ പോകുന്നത് അല്ലേ? പറഞ്ഞു എന്തിനാ സംഭവിക്കുക? അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്തും ആഗ്രഹിക്കുന്നു നമുക്ക് തോന്നേണ്ട ഒരു വികാരമാണ് കരുണ എന്ന് പറയുന്നത്. ആകെ അറിയാവുന്ന വികാരം എന്തുവാ? സ്നേഹം ഒരു വികാരമാണ് അല്ലെ? പിന്നെ മിക്കവാറും തോന്നുന്ന വികാരം ഒറ്റ വികാരമുള്ളൂ. എന്തുവാ? എല്ലാം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അന്നേരം ദേഷ്യപ്പെടും അല്ലെ? പക്ഷെ നമുക്ക് കരുണ ഒരു വികാരമാക്കാൻ പറ്റുമോ? അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. ഫിലിപ്പി ലേഖനത്തിൽ കർത്താവ് സ്വർഗത്തിൽ താഴോട്ട് ഇറങ്ങി വന്നതിനെ കുറിച്ച് പറയുന്നതിന്റെ അർത്ഥമുണ്ട്. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ എന്തുവായിരുന്നു? 2 സത്യം പറഞ്ഞു. ഒന്ന്, അവൻ ദൈവമാ, പക്ഷെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. മുറുകെ പിടിച്ചായിരുന്നെങ്കിൽ നമ്മളിരിക്കുന്ന പോലെ ഇരിക്കത്തില്ലായിരുന്നു. നമ്മൾ പലതിനും മുറുകെ പിടിക്കില്ല. എന്തുവാ? നമുക്ക് ഒത്തിരി മുറുകെ പിടിക്കുന്ന കേസിട്ടുണ്ട് അല്ലെ? നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നു. യോബിന്റെ അവരുടെ ഭാര്യ ചോദിച്ചാല് അത് പോയി. അപ്പൊ നമ്മളിതുപോലെ പലതിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്തുവാ? പറയുന്നില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്വന്തമായിട്ട് നമ്മൾ പലതിനെ മുറുകെ പിടിക്കുന്നവരാ. Praise the Lord. Praise the Lord. പണ്ടാ രാത്രി മുഴുവൻ കിടന്ന മനുഷ്യനെ പോലെ എന്തുവോ ഒരു മനുഷ്യൻ താഴേക്ക് ഇറങ്ങി വന്നവർക്ക് വേറെ പിടിച്ച് കിടന്നില്ലേ? ഞാൻ പറഞ്ഞത് അറിയാം. രാത്രി മുഴുവൻ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വേറെ എന്നുള്ള പിടിവിട്. പുള്ളി സമ്മതിക്കില്ല. വേറെ പിടിയിട്ടാ ഞാൻ താഴെ പോകും. രാത്രി മുഴുവൻ കിടന്നു വെച്ചാൽ രാവിലെ നേരം പെടുത്ത പുള്ളി ഒരു കാര്യം കണ്ടു. ഇത്രയും നേരം പിടിച്ചു വെച്ചിട്ട് എന്തിനു വേണ്ടിയാ? ഈ വേറെ ഒന്ന് പിടിയിട്ടാൽ ഞാൻ സമനിലത്തിൽ നിന്നാണ്. തമ്പുരാൻ പറഞ്ഞ ആ പിടിയൊന്ന് വിട്ട് ഞാൻ താഴോട്ട് ഇറക്കി നിർത്താം. സമ്മതിക്കല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ അല്ലെ? അതങ്ങനെയല്ല, ഇങ്ങനെ. ഹലോ, എന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴി, എന്റെ വിചാരമല്ല ദൈവത്തിന്റെ വഴി. നമ്മുടെ വിചാരം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഇന്ന് വരെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് മാത്രമുള്ള അപകടം നമ്മൾ നടന്നുണ്ടോ? നമ്മൾ കടന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റും എത്ര കിലോമീറ്റർ ആണത്? ഇവിടുന്ന് കടലിന്റെ അപ്പുറത്ത് പോയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കാണും അപ്പുറത്താണ് അല്ലെ? മുട്ടി എന്ന് പറഞ്ഞേക്കും അല്ല. നമ്മളിവിടെ നോക്കുമ്പോൾ അപ്പുറത്തെ നന്മ മല മുട്ടി നിൽക്കുന്നുള്ളൂ. അവിടെ ചെറിയ പറയാം അവിടെയല്ല. ആകാശത്തിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെയാണ് നിന്റെ വിചാരത്തെക്കാൾ എന്റെ വിചാരം. ദൈവം തമ്പുരാൻ പറയുമ്പോഴും നമ്മൾ പറയുന്നത് എന്തുവാ? അപ്പൊ മുറുകെ പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഞെട്ടൽ എല്ലാവർക്കും നല്ല കാര്യം. മുറുകെ പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. മുറുകെ പിടിച്ചിരിക്കുന്നത് എന്റെ പകലൊന്ന് വിട്ടാൽ ദൈവിക അനുഗ്രഹം കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? യോബ് പറഞ്ഞതുപോലെ ഭക്തിയെ, യോബിന്റെ ഭാര്യ പറഞ്ഞ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ അല്ലേ നല്ല കാര്യമാണ് അല്ലേ? മാർത്തയ്ക്കും പല കാര്യങ്ങളും പിടിച്ചോണ്ടായിരിക്കും. എന്തുവാ? പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വല്ല ഗുണമുണ്ടോ? വിചാരപ്പെടുത്തുകൊണ്ട് ഒരു ഗുണം പോലും കൂട്ടാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അയ്യോ അങ്ങനെ പോയാ ഇങ്ങനെ അല്ലേ?
ഇന്ന് പോലെ ഒരു കാര്യം ഓർക്കുക, സകലത്തെയും നിവർത്തിക്കുന്ന കർത്താവിന്റെ നാമായിരിക്കണം. അപ്പോൾ കറപുരണ്ട തുണി പോലെയാണ് നീതി പ്രവൃത്തികൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കറപുരണ്ട നീതി പ്രവൃത്തിയുമായി നിൽക്കുന്നവരുടെ മുമ്പിലാണ് തമ്പുരാൻ വഴി തുറന്നത്. എങ്ങനെ? അതാ പറഞ്ഞത്, ദൈവമായിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നല്ല ഒരു കമ്പനിയുടെ മാനേജർ ആയിരിക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് ദിവസം പ്രഭാതത്തിൽ പിയൂണാക്കിയാൽ, ഒരു ദിവസം രാവിലെ തലേ ദിവസം പോകുമ്പോൾ മാനേജറായിട്ടാണ് പോയത്, പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ കമ്പനിയുടെ ഓണർ പറയും, നിങ്ങളെ ഞാൻ ജോലി ഇന്ന് തരം താഴ്ത്തി പിയൂണാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ തലേ ദിവസം മാനേജറായതുകൊണ്ട് എല്ലാവരോടും എടുത്തോട്ട് വരാൻ പറഞ്ഞ പക്ഷേ നോക്കിയപ്പോൾ ഒരു കാഴ്ച, താഴെ പിയൂണായിരുന്നു പുള്ളിയുടെ കസേര കയറിയിരിക്കുക. 10 ദിവസത്തിനുള്ളൂ. എന്നാലും ആ സമയം വരുന്ന വികാരം എന്തുമായിരിക്കും? അന്നത്തെ ദിവസം മുഴുവൻ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പണിയോ? എന്നാലും യജമാനാണ് എന്നെ എന്തിനായിട്ട് ചെയ്തത് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമല്ലേ? ഇതാ വിചാരപ്പെടുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വിളിയോ? ഒരൊറ്റ ദിവസത്തേനാണെങ്കിൽ പോലും ആ വലിയ പൊസിഷനിൽ താഴോട്ടൊന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും പുള്ളി അന്നത്തെ ദിവസം മുഴുവൻ ചിന്തിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളും. അവസാനം പറയുന്ന കാര്യം, എന്നാലും ആ യജമാൻ എന്നോട് ഭയങ്കര ദോഷമായി, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് പക്ഷെ ആ പാവം പുള്ളി ഒരൊറ്റ കാര്യമായിരിക്കും വെച്ചത്. ഈ പിയൂൺ ചിലപ്പോൾ ദിവസങ്ങളോളം യജമാനോട് മോണിനോട് പറയും, അതെ എനിക്ക് ആ സാധനം തന്നു നോക്കാം, എന്നിട്ടറിയാം ഞാൻ വലിയ പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടി പുള്ളി എപ്പോഴും വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു ദിവസത്തിനൊന്നും സ്ഥാനമാറ്റം നടത്തുന്നത്. നമ്മളതറിയുന്നില്ല. നമ്മളിങ്ങനെ കുറ്റം പറയുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഇതുപോലെ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഇടപെടുന്നത്. നീ ഒരല്പം താഴ്ച ഭവിക്കുവാൻ വേണ്ടി അനുവദിച്ചപ്പോ, ഒരല്പം താഴേക്ക് ഒന്ന് ഇറങ്ങാൻ പറയുമ്പോൾ, എന്നാലും എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, അതാണ് ഇതാണെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ അങ്ങ് എന്തുവാ, എന്നാലും എന്റെ ദൈവം എന്നോട് എന്തിനാ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചോദിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളാകെ കുഴപ്പമാക്കും. എന്നാൽ ഈ ദൈവമായിരിക്കുന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപപ്പെടുത്തുവാൻ പിറുപിറുക്കരുത്. അനുസരിച്ചു. എങ്ങനെ? ക്രൂശിലെ മരണത്തോളം എന്ന് പറഞ്ഞാൽ പിതാവ് പറഞ്ഞിരുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത്, നീ എത്രത്തോളം എത്തണം? ക്രൂശിൽ മരിക്കുന്നത് വരെ. അതാണ് അനുസരണത്തിന്റെ പൂർത്തീകരണം. ഞാൻ അനുസരണത്തെ കുറിച്ച് പറഞ്ഞു വരുന്നത്, അകൃത്യത്തിന് പരിഹാരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായി പറഞ്ഞു വരുന്നത്, ക്രൂശിൽ മരിക്കുന്നത് വരെ നീ എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞതാ. പിതാവിന്റെ വാക്കിനെ അനുസരിക്കാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അങ്ങനെയെങ്കിലും ഒരു കാര്യം ഓർക്കണം, എന്നോട് നിങ്ങളോട് കഥാവ് പറയുന്നത് ക്രൂശിൽ അവൻ കാണിച്ച മാതൃകയിലേക്ക് നോക്കാനാ എന്ന് പറഞ്ഞാൽ എവിടെ വരെ അനുസരിക്കണം, എവിടെ വരെ താഴണം, ഏറ്റവും താഴെ നമ്മൾ പറയേണ്ടത്. ഞാൻ എന്റെ ക്ഷമയോട് എന്താ പറയുക, നെല്ലിപ്പല. കാരണം ഇന്ന് വരെ ക്ഷമയുടെ നെല്ലിപ്പല ആരെങ്കിലും കണ്ടോ? ഈ നെല്ലിപ്പല എന്ന് പറഞ്ഞ എന്തുവാ, കിടക്കടിയിരിക്കുന്ന ഒരു പലകയാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു. പിന്നെയും നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെയും നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ കുറച്ച് പേര് നമ്മൾ പറയും, പിന്നെയും പറയും. കാരണം നമുക്ക് ഈ പലകല്ലാണ്ട് വേറെ പലക അറിയത്തില്ല. അതാ വിഷയം. പക്ഷെ ഏറ്റവും അവസാനം വരെയും കർത്താവിന് അതാ നീതി പ്രവൃത്തികൾ കറപുരളാതിരിക്കുന്നതിന്റെ കാര്യം. ദിവസം മുഴുവൻ നിന്നോട് പിഴയ്ക്കുന്നവരോട് ആ ദിവസം മുഴുവൻ ക്ഷമിക്കാൻ പറയുന്നതിന് അർത്ഥം അവിടെയാണ്. Praise the Lord. പിടികിട്ടുന്നുണ്ടോ? എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ദൈവത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്റെ കൈ കറ പുരളാത്ത നീതി പ്രവർത്തനമായിരിക്കണം. എന്തിനാ? അനുസരിക്കുമ്പോ കർത്താവ് കാണിച്ചു തന്നതുപോലെ അനുസരിക്കാൻ പറ്റണം. എങ്ങനെ? പിതാവ് എത്രത്തോളം എത്താനാണോ പറഞ്ഞത് അത്രത്തോളം അനുസരിക്കണം. നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളെ കുറിച്ച് ദൈവം അതാ പറഞ്ഞ നമ്മുടെ കണ്ണം ചെയ്യുന്നു അടഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ കാര്യം. Praise the Lord. ഇനി ബാക്കിയിലേക്ക് 64 എന്താ തിരിച്ചു വരാം. ഞങ്ങളുടെ അകൃത്യങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. ഇനി 7ാമത്തെ വാക്യം പറഞ്ഞത്, നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ
കേൾപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതെ വണ്ണം നീ മറച്ചു വെച്ച് ഞങ്ങളുടെ അകത്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ അകൃത്യങ്ങളുടെ കുഴപ്പം പറഞ്ഞു ദൈവം എന്ത് ചെയ്യും? എന്റെ ദൈവമേ നിന്റെ മുഖം എനിക്ക് മറച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുക, എന്റെ അകൃത്യങ്ങൾക്ക് അവനെ ഏൽപ്പിച്ചിരിക്കുക. ദൈവം മുഖം മറച്ചു, അകൃത്യങ്ങൾ ഏൽപ്പിക്കണം. അതുകൊണ്ട് സംഭവിച്ച വിഷയങ്ങൾ ആ അധ്യായം തന്നെ തീരുമാനം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത്? അതിന് 11-ാമത്തെ വാക്യത്തിലേക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായ വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്കിരിയാൽ ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. മനോഹരം എന്ന് പറഞ്ഞിരുന്ന പ്രതീക്ഷയോടെ നോക്കിയിരുന്ന സകലതും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാ? അകൃത്യ നിമിത്തം. അപ്പൊ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന സകലവും നഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നാം വായിക്കുന്നത്. അവൻ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തും. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കോരഹ് പുത്രന്മാരോട് നേരിട്ട് ചോദിച്ചാൽ കൃത്യമായി പറയും. കാരണം കോരഹ് തന്റെ പിതാവ്, കോരഹിന്റെ പുത്രന്മാർ, അവരുടെ പിതാവ് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കറിയാം. എന്തുകൊണ്ടാണെന്നാ? പാപം ചെയ്ത് മോശയ്ക്കെതിരെ പിറുപുറത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആലയത്തിന്റെ യാഗപീഠത്തിനകത്ത് ഓടിച്ചെന്ന് കൊമ്പുകളെ പിടിച്ച് രക്ഷപ്രാപിച്ച കോരഹ് പുത്രന്മാർ പറയും, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, യഹോവയുടെ പ്രകാരങ്ങൾ വാഞ്ചിച്ചു മോഹിച്ചു പോയി. എന്തിനാ? കുരുകിലൊരു വീടും ഇവർ പക്ഷേ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും. അപ്പൊ കൂടും വീടും ഒന്നും ഇല്ലാത്തവർക്ക് എവിടെ ആശ്രയം? ദൈവത്തിന്റെ ആലയത്തിനകത്ത് ആശ്രയമുണ്ട്. അത് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന, എന്റെ ജീവിതത്തിനകത്ത് ആശ്രയമായ സകലവും നഷ്ടപ്പെട്ടു പോയി, പക്ഷെ എനിക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം ഒരു പ്രാകാരം ദൈവം തുറന്നു നോക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന, നിന്റെ വിശുദ്ധമെന്ന് നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കണം നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുക്കാൻ യോഗ്യതയില്ലാത്തവരെ അടുപ്പിച്ച് കൊണ്ടുവന്ന ദൈവിക ആലയത്തിനകത്ത് ഒരു സ്ഥാനം കൊടുക്കുമ്പോ പറയുന്നൊരു കാര്യം, എന്നെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിനൊരു അർത്ഥമുണ്ട്. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. നിങ്ങളുടെ ഫലം നിങ്ങളുടെ ഫലം അപ്പൊ നിങ്ങൾ പോയി ഫലം കായ്ക്കും. ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. എന്തിനാ? ഫലം കായ്ക്കണം. ഫലം എങ്ങനെ ആയിരിക്കണം? കായ്ക്കുക മാത്രമല്ല, ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങൾ ആക്കി വെച്ചിരിക്കണം. അപ്പൊ തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാ? ഫലം കൊടുക്കുക, ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഫലം കൊടുക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഞാനൊന്ന് സ്തുതി ആവശ്യം. എന്നെ ദൈവം തിരഞ്ഞെടുത്തത് ഫലം കായ്ക്കണം, ഫലം കൊടുക്കുവാണ്. അപ്പൊ കറ പിറന്ന തുണി പോലെയുള്ള ഫലമല്ല നമ്മൾ ഇന്ന് പുറപ്പെടുന്നത്. കുറെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ പറഞ്ഞു, എത്രത്തോളം കാര്യം എവിടെയൊക്കെ കയറി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വചനത്തിൻ്റെ അകത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അനുസരണത്തെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തെ അനുസരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലെ? ഒരു കൽപ്പന പറഞ്ഞ പ്രമാണി ന്യായശാസ്ത്രി വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്തുവാ? ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന, കർത്താവേ ഞാൻ പ്രമാണിക്കേണ്ട കൽപ്പന ഏതാണ്? ഒറ്റ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതൊന്നാമത്തേത്. രണ്ടാമത്തെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതാകുന്നു കൽപ്പന. അദ്ദേഹം മറുപടി പറയുന്നു, ഇത് തന്നെയാണ്, അത് ശരിയാണ് കർത്താവ് എന്ന മറുപടി പറയുന്നത് അല്ലെ? പലപ്പോഴും നമ്മൾ ഇതുപോലെയാണ്. കർത്താവ് പറഞ്ഞ മറുപടി, നീയും ദൈവരാജ്യത്തിന് അകന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പലപ്പോഴും നമ്മുടെ അനുസരണം കാര്യം ചോദ്യമൊക്കെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ ആയി തീരുന്നു നോക്കാം. പക്ഷെ
എങ്ങനെ ആയിത്തീരുന്നതൊക്കെ നമ്മൾ ചോദിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സഭയിൽ എങ്ങനെ ആയിത്തീരണം, അതുപോലെ ആയിത്തീരാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നാലും ഒരു കുഴപ്പമാണ്. എന്തുവാ? കർത്താവ് ഒറ്റ കാര്യമാണ്, നീ എങ്ങനെ ആയിത്തീർന്നാൽ ഒരു കുഴപ്പമില്ല, നീ അനുസരിക്കേണ്ട ഒറ്റ കാര്യം, നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിൽ പൂർണ്ണ ആത്മാവിനെ പൂർണ്ണ സ്നേഹിച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, കൂട്ടുകാരനെ അത് പറഞ്ഞപ്പോഴാകെ പ്രശ്നം. അന്നേരമാണ് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴേക്കും അയലക്കത്തെ വീട്ടിൽ ഇന്നാരോട് ഇച്ചിരി പിണക്കമുണ്ടോ ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നു. കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സഹിക്കണം. നമുക്ക് നമ്മളോട് ഒരു വെറുപ്പ് തോന്നുന്നു ഇല്ലല്ലോ, അല്ലേ? അങ്ങനെ വെറുത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന പരമാവധികളുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കാര്യം എന്തുവാ? ദൈവത്തെ സ്നേഹിക്കുന്നവെന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ കൂട്ടുകാരനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അയൽക്കാരനെ സ്നേഹിക്കേണ്ടതാണ്. അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നരകത്തിലൂടാതെ ചിന്തിക്കാൻ തുടങ്ങാം. അവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിന് പ്രവൃത്തി. ഞാൻ എല്ലാം പറഞ്ഞു നിർത്തുക. സങ്കല്പം അവസാനിക്കുന്ന ഭാഗം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാൻ നിങ്ങൾ നിർത്തുക. ദൈവകരങ്ങളിലേക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ സമർപ്പിക്കാം.